blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, ഇതുവരെ ഈ ബ്ലെസ്സിങ് ടുഡേ കഴിഞ്ഞ 4 വർഷങ്ങൾ ഓരോ ദിവസവും എപ്പിസോഡ് നമ്പർ 1 മുതൽ ഇതുവരെ ഉള്ള ഓരോ എപ്പിസോഡും സ്പോൺസർ ചെയ്ത എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. മാത്രമല്ല, നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി ആത്മാർത്ഥ ഹൃദയത്തോടെ ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ ഫാമിലിയിൽപ്പെട്ട എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, നിലമ്പൂരിൽ നിന്നുള്ള വെൽവിഷർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ്റെ ബർത്ത്ഡേ ഇന്നാണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ആ മകനെ എല്ലാ ജന്മദിന അനുഗ്രഹങ്ങളും യേശു കർത്താവിൻ്റെ നാമത്തിൽ പകർന്ന് അനുഗ്രഹിക്കുന്നു. നല്ലൊരു ജോലി കിട്ടാൻ അങ്ങ് സഹായിക്കണമേ. മകൾക്ക് വേണ്ടിയും അവളുടെ കുടുംബത്തിന് വേണ്ടിയും ഞങ്ങൾ ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബത്തിന് ആവശ്യമായ നന്മകൾ, അനുഗ്രഹങ്ങളും ആ മകളുടെ കുടുംബത്തിൻ്റെ മേൽ വരട്ടെ. ആത്മീയ അനുഗ്രഹങ്ങളാൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവെ, മകൾക്ക് വളരെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കർത്താവെ അങ്ങ് നൽകി ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വെൽവിഷർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൊളസ്ട്രോളിൽ നിന്നും പരിപൂർണമായ സൗഖ്യം കർത്താവ് കൊടുക്കണമേ. മാത്രമല്ല, എല്ലാ സഹോദരങ്ങളും യേശു കർത്താവിൻ്റെ രക്ഷ അറിയുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആൻഡ് മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഗോഡ് ബ്ലെസ് യു. ഈ സമയത്ത് അടുത്ത ഒരു സ്പോൺസർക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഈ സമയത്ത് കോഴിക്കോട് നിന്നുള്ള വില്ലിക്കും സുചിത്രയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വില്ലിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വെരിക്കോസ് വെയിനിൽ നിന്നും ഓപ്പറേഷൻ കൂടാതെ സമ്പൂർണമായ സൗഖ്യം കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൾ റിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കളെ നൽകി ആ ദാമ്പത്യ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹിക്കണമേ. മകൻ റിൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറി മംഗളകരമായി ആ വിവാഹം നടക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. വധു ആഷ്ലിക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മകളെ അങ്ങ് അനുഗ്രഹിക്കണമേ. മാത്രമല്ല, ഭാവിയിലേക്ക് നല്ല ഒരു കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കണമേ. ഈ ഭവനത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തമായ ഒരു വീട് നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കാഞ്ഞങ്ങാട് ജനുവരി 30 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വ്യാപാര ഭവൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, കാഞ്ഞങ്ങാട്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴിക്കോട് ജനുവരി 31 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നളന്ദ ഓഡിറ്റോറിയം, അരവിന്ദ് ഘോഷ് റോഡ്, കോഴിക്കോട്. James chapter 4. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7 and 8. അതിന്റെ 7ഉം 8ഉം വചനങ്ങൾ. Submit yourselves then to God. Resist the devil and he will flee from you. ആകയാൽ നിങ്ങളെ തന്നെ ദൈവത്തിന് കീഴ്പ്പെടുത്തുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അപ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. Come near to God and then he will come near to you. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, അവിടുന്ന് നിങ്ങളോടും അടുത്ത് വരും. Hallelujah. Hallelujah. So number 1, we have to submit ourselves to God. ഒന്നാമതായിട്ട് നാം എന്താണ് ചെയ്യേണ്ടത്? നാം ദൈവത്തിന്റെ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കണം. We should tell him, Lord,
I submit, I surrender myself to you. നാം ദൈവത്തോട് പറയേണ്ട കാര്യമാണ്, ദൈവമേ ഞാൻ എന്നെ തന്നെ അങ്ങയുടെ മുൻപാകെ സമർപ്പിക്കുന്നു. And if the devil comes to attack you, ഇനി സാത്താൻ നിങ്ങളെ എതിർക്കുവാൻ വേണ്ടി വന്നാൽ never flee from him. ഒരിക്കലും അവനിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോകരുത്. Instead resist him. പകരം അവിടെ എഴുതിയിരിക്കുന്നത് അവനോട് എതിർത്തു നിൽപ്പിൻ. That means take the word of God and speak the word of God to him. അതിന്റെ അർത്ഥം ഇതാണ്, ദൈവത്തിന്റെ വചനം എടുത്ത് ആ വചനം പഠിച്ചു വെച്ചത് അവനോട് അങ്ങ് പറഞ്ഞെതിർക്കണമെന്ന്. I will give you a small example. ഞാൻ അതിനൊരു ഉദാഹരണം, ചെറിയ ഉദാഹരണം പറയാം. Suppose fear is coming into your heart. ചില സമയത്ത് ഭയം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നെന്നിരിക്കട്ടെ. Never flee from it, never surrender to fear, but instead tell, I will not fear because the Lord is with me. ആ ഭയം നിങ്ങളുടെ അകത്ത് വരുമ്പോൾ ആ ഭയം കൊണ്ട് നിങ്ങൾ ഒളിച്ചോടി പോകരുത്. ആ ഭയം നിമിത്തം നിങ്ങൾ അതിന്റെ കീഴിൽ അമർന്നു പോകരുത്. മറിച്ച് പറയേണ്ടത്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ളത് കൊണ്ട് ഈ ഭയത്തെ ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് പറയണം. Hallelujah. Hallelujah. That's the way we resist the devil. അങ്ങനെയാണ് സാത്താനെ നിങ്ങൾ എതിർത്ത് നിൽക്കേണ്ടത്. If you do so, നിങ്ങൾ അങ്ങനെ ചെയ്താൽ he will flee from you. You will not flee from him. എന്താ സംഭവിക്കുന്നത്? അത് കേട്ട് കഴിഞ്ഞാൽ സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്നല്ലാതെ നിങ്ങൾ ഓടിപ്പോകേണ്ടി വരില്ല. Hallelujah. Hallelujah. Clap your hands കൈകൾ അടിച്ച് കർത്താവിനെ and സ്തുതിച്ചാലും shout hallelujah. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാലും. Verse number 8 says, come near to God. യാക്കോബിന്റെ ലേഖനം 4:8 പറയുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, And he will come near to you. അപ്പോൾ അവിടുന്ന് നിങ്ങളോട് അടുത്ത് വരും. I usually say like this, when you take one step, he will take 1,000 step to you. ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യം ആവർത്തിക്കട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകാൻ ഒരു ചുവടെടുത്ത് വെക്കുമ്പോൾ സ്വർഗത്തിലിരിക്കുന്ന ദൈവം തമ്പുരാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ 1000 ചുവടെടുത്ത് വെക്കും. God is very fast. ദൈവം വളരെ വേഗതയുള്ളവനാണ്. Hallelujah. Hallelujah. When you take one step, he will take 1,000 steps ഓർക്കൂ, towards you. ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകാൻ നിങ്ങൾ ഒരു ചുവടെടുത്ത് വെക്കുമ്പോൾ അവൻ വേഗതയുള്ള ദൈവമായതുകൊണ്ട് നിങ്ങളുടെ അടുക്കിലേക്ക് അവൻ ഓടി 1000 ചുവടെടുത്ത് വെക്കും. Hallelujah. Hallelujah. When you are attending this blessing festival, നിങ്ങൾ ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ I can assure you one thing. എനിക്ക് നിങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകാൻ സാധിക്കും. God has come so near to you. ദൈവം തമ്പുരാൻ നിങ്ങളുടെ തൊട്ടരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. Because Jesus Christ is in your life, the devil is afraid of you. ഓർക്കുക, യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ളത് കൊണ്ട് നിങ്ങളെ കാണുന്നത് സാത്താന് വേണ്ടിയാണ്. You don't know this fact. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. So you are running away from the devil. എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്നത്? സാത്താൻ എന്ന് പറയുമ്പോൾ നമ്മൾ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുക. Hallelujah. Hallelujah. I will read one more scripture portion and then I will pray for you. ഒരു വചനം കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ Luke പോകുകയാണ്. chapter 10. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം verses 18 till 21st. അതിന്റെ 18 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. Jesus replied, I saw Satan fall like lightning from heaven. 18-ാമത്തെ വചനത്തിൽ അതിന് യേശു മറുപടി പറഞ്ഞത്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. എന്താ കണ്ടത്? സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്നും താഴേക്ക് വീഴുന്നത് കണ്ടു. ഹലോ, പണ്ട് സ്കൈലാബ് എന്ന് പറയുന്നൊരു സ്പേസ് ഷട്ടിൽ, സ്പേസ് വാഹനം താഴെ വീഴുന്നത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സ്കൈലാബ് പലതും താഴേക്ക് വീഴാറുണ്ട്. ഇതുപോലെ Satan was falling like lightning from heaven. ഇവിടെ നോക്കൂ, ഇതുപോലെ സാത്താൻ ഒരു മിന്നൽ പോലെ ആകാശത്ത് നിന്ന് താഴെ വീഴുന്നു. Satan is a fallen angel. ഓർക്കുക, സാത്താൻ എന്നുള്ളത് വീണുപോയ ഒരു മാലാഖിയാണ്, ദൂതനാണ്. Always remember that. എല്ലായ്പ്പോഴും അത് മനസ്സിലാക്കണം. Hello. ഹലോ, He can't stand properly. അവൻ ഒരിക്കലും ഈ വീണുപോയവനായതുകൊണ്ട് നേരെ നിൽക്കാൻ പറ്റില്ല.
His spine is broken. കാരണം വീണപ്പോൾ തന്നെ നട്ടെല്ലൊടിഞ്ഞു പോയി. Brain is damaged. അവന്റെ തലച്ചോറ് തകർന്നു പോയി. Nothing is working properly. ശരിക്കും യഥാർത്ഥത്തിൽ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. Don't be afraid of him. അതുകൊണ്ട് അവനെ ഒരിക്കലും പേടിക്കണ്ട. 19. 19. I have given you authority to trample on snakes and scorpions and to overcome the power of the enemy. Nothing will harm you. 19 വചനം, പാമ്പുകളെയും തേളുകളെയും ചവിട്ടി മെതിക്കുവാനും ശത്രുവിന്റെ സകല ശക്തിയെയും കീഴടക്കുവാനും ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങൾക്ക് ദോഷം ചെയ്യുകയില്ല. Hello. Jesus says, I have given you authority to trample all the power of the enemy. യേശു കർത്താവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാൻ നിങ്ങൾക്ക് സകല പാമ്പുകളെയും തേളുകളെയും ചവിട്ടി മെതിക്കുവാനുള്ള അധികാരം തന്നിരിക്കുന്നു. Hello. Jesus has given each of us this authority. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും യേശു കർത്താവ് ഈ അധികാരമാണ് തന്നിരിക്കുന്നത്. ഇരുമ്പൊന്നും തലയിണയുടെ കീഴിൽ വെക്കണ്ടെന്നാ പറഞ്ഞു. കാര്യം മനസ്സിലായോ? ചിലർ വിചാരിക്കുന്നത് സാത്താൻ രാത്രിയിൽ വന്ന് കഴുത്തിന് പിടിക്കുക, അതുകൊണ്ട് തലയുടെ അടിയിൽ വലിയൊരു ഇരുമ്പ് വെച്ചാൽ ഈ സാധനം വരില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിന്നെ സാത്താന് പേടിയാണ്. Why? Because Jesus has given you authority to trample all the power of the enemy. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ യേശു കർത്താവ് സകല സാത്താന്റെ പ്രവൃത്തികളെയും ചവിട്ടുവാനുള്ള അധികാരം യേശു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. Hallelujah. Hallelujah. Verse number 20 says, however, do not rejoice that the spirits are submit to you, but rejoice that your names are written in heaven. 20 വചനം, എങ്കിലും ആത്മാക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നു എന്നതിൽ തന്നെ സന്തോഷിപ്പീൻ. ആലപ്പുഴക്കാർ അറിഞ്ഞോ? നിങ്ങളുടെ പേര് യേശുവിനെ സ്വീകരിച്ച സമയത്ത് ഓർക്കണം, നിങ്ങളുടെ പേര് സ്വർഗ്ഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. വോട്ടേഴ്സ് പട്ടികയിൽ പേരില്ലേലും കരയണ്ട, നിന്റെ പേര് സ്വർഗ്ഗത്തിൽ ദൈവം എഴുതി വച്ചിരിക്കുകയാണ്. ആമേൻ. കൈകളുള്ളവരെല്ലാം കൈകൾ അടിച്ച് യേശുവിന് നന്ദി പറയാം. Hallelujah. Hallelujah. Now, one more verse. At that time, Jesus, full of joy through the Holy Spirit, said, I praise you, Father, Lord of heaven and earth, because ye have hidden these things from the wise and learned, and revealed them to little children. Yes, Father, for this is what you were pleased to do. 21 വചനം, ആ സമയത്ത് യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായ പിതാവേ, അവിടുന്ന് ഈ കാര്യങ്ങൾ വിവേകികൾക്കും ജ്ഞാനികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. അതേ പിതാവേ, തിരുഹിതം അതായിരുന്നുവല്ലോ. Hello. God is a God of common people. ഓർക്കുക, ദൈവം എന്നുള്ളത് സാധാരണക്കാരുടെ ദൈവമാണ്. Jesus is a God of common people. ഓർക്കുക, യേശു സാധാരണക്കാരുടെ ദൈവമാണ്. If you check here, നിങ്ങൾ ഇവിടെ പരിശോധിച്ചാൽ so many big people are not here. ഒത്തിരി ഉന്നത പണക്കാരായ ആളുകൾ ഒരുപക്ഷെ ഇവിടെ കണ്ടില്ലെന്നിരിക്കും. Why? Because Jesus reveals the greatest truths of the kingdom to common people. കാരണം യേശു കർത്താവ് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് സാധാരണക്കാർക്കാണ്. And when Jesus talked this, he was leaping up and dancing and rejoicing in his ഇവിടെ spirit. നാം വായിക്കുന്നു, യേശു കർത്താവ് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് നൃത്തം ചെയ്തു തുള്ളിയെന്നാണ്. Hallelujah. Hallelujah. Jesus was so joyful to say this. ഈ കാര്യം പറയുന്നതിൽ യേശു കർത്താവ് വളരെ സന്തോഷവാനായിരുന്നു. Can you shout one more, thank you Jesus? ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തിയിട്ട് നന്ദി യേശുവേ എന്ന് പറയാമോ? Big thank you Jesus. അല്പം കൂടെ ശബ്ദമുയർത്തി. Hallelujah. Hallelujah. So the nutshell of the message is this: in your life there may be small battles and you might have failed in some of these battles. No problem.
Jesus has won the ultimate victory. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ സന്ദേശത്തിൻ്റെ സംക്ഷിപ്ത ചുരുക്ക രൂപം ഇതാണ്. നിങ്ങൾക്കൊരു പക്ഷേ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, അതിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഏറ്റുമുട്ടലുകളിൽ, ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് പരാജയം ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. എന്ന് കരുതി നിങ്ങളുടെ ജീവിതം ആകമാനം പരാജയമാണെന്ന് നിങ്ങൾ കരുതരുത്. മറിച്ച് യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ജീവിത അവസാനത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു വിജയമായിരിക്കും. ഈ ആൻറ്റിയുടെ പേര് രമണി എന്നാണ്. ഇവിടെ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഈ ആൻറ്റിക്ക് കഴിഞ്ഞ വർഷം പെട്ടെന്ന് ഒരു ദിവസം തൻ്റെ മൂത്രം പോകാതെയായി. ആലപ്പുഴയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു മൂത്രത്തിൽ കല്ലാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു. അവിടെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജ്. അങ്ങനെ ഇവരുടെ കുടുംബക്കാരെല്ലാം കൂടി അവിടെ കൊണ്ടുവന്നു സ്കാൻ ചെയ്തപ്പോൾ മൂത്രത്തിൽ കല്ലാണ്. അതോടൊപ്പം തൻ്റെ ഒരു കിഡ്നി കംപ്ലൈൻ്റ് ആണെന്ന് കൂടി ആ സമയത്ത് അറിയാം. അതുകൊണ്ടാണ് മൂത്രം പോകാതെ പ്രയാസപ്പെട്ട് വയറുവേദനയൊക്കെ ആയിട്ട് ഇരുന്നേച്ചെന്ന് പറഞ്ഞു. എത്ര നാൾ ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു? ഏതാണ്ട് കഴിഞ്ഞ വർഷമാണ് ആൻറ്റിക്ക് ഇത് അനുഭവപ്പെട്ടത്. പക്ഷെ അതിന് മുമ്പൊന്നും അത്ര അറിയില്ലായിരുന്നു. പെട്ടെന്ന് മൂത്രം പോകാതെ ആയപ്പോഴാണ് കൊണ്ട് ചെക്ക് ചെയ്ത് സ്കാൻ ചെയ്തപ്പോഴാണ് ആ വിവരം താൻ അറിയുന്നത്. എന്നാൽ ഡോക്ടർ അതിനുവേണ്ടി ഓപ്പറേഷൻ ചെയ്തിട്ട് മൂത്രം പോകാനുള്ള ട്യൂബ് ഇട്ടിട്ട് തന്നെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. മറ്റു സാധാരണഗതിയുള്ള മരുന്നെല്ലാം കൊടുത്ത് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. താൻ വീട്ടിൽ വന്നു. താനൊരു മൂത്രം പോകാതെ കട്ടിൽ കിടക്കുന്നൊരവസ്ഥയിലാണ് നമ്മുടെ ടി വി പ്രോഗ്രാം കാണുന്നത്. നമ്മൾ ബ്ലെസ്സിംഗ് ടുഡേ ടി വി പ്രോഗ്രാം കാണുന്നത്. ബ്ലെസ്സിംഗ് ടുഡേ ടി വി പ്രോഗ്രാം ആൻറ്റി സ്ഥിരമായിട്ട് കാണും. ആ സമയത്ത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ വെറുതെ ഡാമേൻ വിളിച്ചു പറഞ്ഞു കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉള്ള ഇതുപോലെ തന്നെ മൂത്രം പോകാതെ കട്ടിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആ ഒരു വിവരം തന്നെ വിളിച്ചു പറഞ്ഞു എന്നാണ് ആൻറ്റി പറയുന്നത്. ആ സമയത്ത് തന്നെ ആൻറ്റി വിശ്വാസത്തോടെ തനിക്ക് ശരീരത്തിൽ ആ സമയത്ത് ഒരു തണുപ്പ് പോലെ അനുഭവപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് താൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു മക്കളോട് പറഞ്ഞു, സൂര്യ ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ വെറുതെ ഇങ്ങനെ പറഞ്ഞില്ലേ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്യാം, എൻ്റെ കിഡ്നിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല, നമുക്ക് ട്യൂബ് ഉടനെ ഊരണമെന്ന് മക്കളോട് പറഞ്ഞു. മക്കൾ പറഞ്ഞു ഞാൻ സമ്മതിച്ചില്ല. പക്ഷെ നിർബന്ധപ്രകാരം പിറ്റേ ദിവസം ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടർ പറഞ്ഞു ട്യൂബ് ഊരിയാൽ അത് ശരിയാകത്തില്ല, ട്യൂബ് ഊരിയാൽ വളരെ അപകടമാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. ആൻറ്റി തിരിച്ചു പോന്നു. പക്ഷേ ആൻറ്റി പിറ്റേ ദിവസം മക്കളോട് പറഞ്ഞു എനിക്ക് പോകണം, അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. ട്യൂബ് ഇട്ടിരിക്കുകയാണ്. ആ അവസ്ഥയിലാണ് വണ്ടി വിളിച്ച് പിന്നെ കൊണ്ടുപോകുന്നത്. പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ മൂത്രത്തിൽ കല്ലിൻ്റെ അല്ല കിഡ്നിയുടെ കംപ്ലൈൻറ്റ് മൂലമാണ് ആ മൂത്രം പോകാതെ പ്രയാസപ്പെട്ടിരുന്നത്. മൂന്നാമത്തെ ദിവസവും ആൻറ്റി പിന്നെയും ഡോക്ടറെ അടുത്ത് ചെന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്യൂബ് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, സ്കാൻ ചെയ്ത് നോക്കട്ടെ. സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു ഞങ്ങളിങ്ങനെ ടി വി പ്രോഗ്രാം കണ്ടു, ബ്രദർ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങളുടെ വിശ്വാസം വന്നിരിക്കുന്നത് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ വന്നത് ആ കിഡ്നി കംപ്ലൈൻ്റ് ആയത് ആ സ്കാനിങ്ങിൽ ഒരു കുഴപ്പവുമില്ലെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഡോക്ടർ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ഡോക്ടറോട് ഇവർ സുവിശേഷം പറഞ്ഞു. ഇങ്ങനെ ബദർ പറഞ്ഞ് ഇങ്ങനെ ഒരാൾക്ക് ഒരു കിഡ്നിക്ക് പിന്നെ കംപ്ലൈൻ്റ് ആയിട്ട് അത് നോർമലായിരുന്നു. അപ്പം ഞാൻ യേശുവെ സ്വോത്രം എന്ന് പറഞ്ഞ് ഏറ്റുപിടിച്ചു. എനിക്കാണെന്നുള്ള വിശ്വാസത്തോടു കൂടെ തന്നെ ഞാൻ അത് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഏറ്റെടുത്തപ്പോൾ ഡോക്ടർക്ക് ചെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതെടുക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് എനിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഡോക്ടറെ. അപ്പോൾ ഞാൻ സ്കാൻ ചെയ്തിട്ടെന്ന് ചോദിച്ചു. കൊണ്ടുചെല്ലാൻ പറഞ്ഞു. കൊണ്ടുചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് അയ്യോ ഇത് എടുക്കാമെന്ന് പറഞ്ഞ് എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞേ ശരി എടുക്കെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞതിനെ എന്നെ വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോയി ഇത് എടുത്തെന്ന് പറഞ്ഞ് അമ്മച്ചിയുടെ ട്യൂബ് എടുത്തിരിക്കണം എന്ന് പറഞ്ഞ് എന്നെ കാണിച്ചു തന്നു എന്ന് പറഞ്ഞ് ഞാൻ അന്നേരം സ്വോത്രം പറഞ്ഞ് അവിടെ കിടന്നുണ്ട്. യേശുവേ സ്വോത്രം എന്ന് പറഞ്ഞു. ഓ ശരി. ഡോക്ടറോടും ഇതിനെക്കുറിച്ച് പറഞ്ഞു. എത്ര പേർ ചേർന്നൊരു വലിയ ഹല്ലേലൂയ പറയാം. വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111. നമുക്ക് വിശ്വാസത്തോടെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമ്പിടുമ്പോൾ തന്നെ ആദ്യമായി ആത്മാവിനകത്തേക്ക് പരിശുദ്ധാത്മാവ് പ്രേരണ നൽകുന്ന ഒന്ന് പുകവലിക്കുന്ന വ്യക്തികൾ, മദ്യപിക്കുന്നവർ, മറ്റേതെങ്കിലുമൊക്കെ ദുശ്ശീലങ്ങൾക്ക്
അടിമകളായ വ്യക്തികൾ. ഇത് പറയുമ്പോൾ, പരിശുദ്ധാത്മ നിയോഗത്തിൽ പറയുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം. വിടുവിക്കുവാനുള്ള ശക്തി, സ്വതന്ത്രമാക്കാനുള്ള ശക്തി യേശുവിൽ നിന്നും പുറപ്പെട്ടു വരുന്ന നിമിഷങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങൾ പല പ്രാവശ്യം തീരുമാനമെടുത്ത് കാണും, എല്ലാ ന്യൂ ഇയറിലും തീരുമാനമെടുത്ത് കാണും. ഡോക്ടേഴ്സിനെ കണ്ട് വലിയൊരു മാരക രോഗത്തിലേക്ക് പോകും എന്ന് പറഞ്ഞപ്പോൾ പേടിച്ചിട്ട് കുറച്ച് നാൾ നിർത്തിക്കാണും. പക്ഷെ വീണ്ടും വീണ്ടും ആ അഡിക്ഷനിലേക്ക് തിരിച്ചു പോകുന്ന വ്യക്തികൾക്ക് സമ്പൂർണമായി, എന്ന് വെച്ചാൽ പുകവലിയും മദ്യപാനവും അതുപോലെ ഡ്രഗ് അഡിക്ഷനോ ഏത് രീതിയിലുള്ള അഡിക്ഷൻ പൂർണ്ണമായതിനെ വെറുക്കത്തക്ക രീതിയിലൊരു സ്വാതന്ത്ര്യം നൽകാൻ ദൈവത്തിൻ്റെ ശക്തിക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് സാധിക്കും. അങ്ങനെയുള്ള 100 കണക്കിന് സാക്ഷ്യങ്ങൾ നമ്മളിതിനകം കേട്ട് കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ പുകവലിക്കുന്നൊരു വ്യക്തിയോ മദ്യപിക്കുന്നൊരു വ്യക്തിയോ എന്താണെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് ചേർന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ഉള്ളിൽ തീരുമാനിക്കുക, ഇനിയുള്ള ജീവിതത്തിൽ ഇത് ഞാൻ തൊടില്ല. ആ തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപയും അതിൽ പിടിച്ചു നിൽക്കാൻ ആവശ്യമായ ശക്തിയും പകരും. അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളിരിക്കുന്ന ഇരിപ്പിൽ എവിടെയാണോ അവിടെ ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിക്കുക. ചിലപ്പോൾ അവരുടെ ബന്ധുക്കളായിരിക്കും, മദ്യപാനികളായ പുകവലിക്കുന്നവരുടെ കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് കൈ നീട്ടിപ്പിടിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവിധ അഡിക്ഷൻസും ഇപ്പോൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാനതിനെ ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് in the name of Jesus. I declare that addiction is completely broken and you are set free. കർത്താവെ, സ്വാതന്ത്ര്യം നൽകുവാൻ യേശു ഭൂമിയിലേക്ക് വന്നല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിച്ചു കളയുവാൻ വന്നല്ലോ. ഇപ്പോൾ അത് പൂർണ്ണമായും അഴിഞ്ഞ് മാറുന്നതിനാൽ നന്ദി പറയും. വലിയ സമാധാനവും സ്വാതന്ത്ര്യവും വ്യക്തികൾക്കുണ്ടാകട്ടെ. കർത്താവെ, നീ അങ്ങനെ ചെയ്ത കൃപകൾക്കായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയും. താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഏതു രോഗമാണെങ്കിലും യേശുവിനെ സൗഖ്യമാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ആദ്യമേ ഞാൻ കാണുന്ന അപസ്മാരം ബാധിച്ച ഒത്തിരി പേരെ കർത്താവ് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്ന. ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞു ഈ അപസ്മാരം എന്ന പ്രയാസം നിമിത്തം ഭർത്താവോ ഭാര്യയോ ഉപേക്ഷിക്കാൻ വരെ പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും. കുട്ടികളിലാകാം, വലിയവരിലായിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അപസ്മാര രോഗം സൗഖ്യമാകട്ടെ. അത് കൊണ്ടുവരുന്ന പൈശാചിക ശക്തികൾ മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. കരളിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകുന്നുണ്ട്. ലിവർ പ്രോബ്ലം സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ രോഗങ്ങൾ, ഹാർട്ടിൻ്റെ പൾസ് റേറ്റ്, ഹാർട്ട് ബീറ്റ്സിന് വ്യത്യാസമുള്ളവർ, ബ്ലോക്കുകളുള്ളവർ, വാൽവിലോ മറ്റു ഭാഗങ്ങളിലെ ബ്ലോക്കുകളുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ കിഡ്നിയിലോ ഗോൾ ബ്ലാഡറിലോ ഒക്കെയുള്ള സ്റ്റോൺസ്, കല്ലുകൾ, പിത്താശയത്തിലുള്ള കല്ലുകൾ, വൃക്കയിലുള്ള കല്ലുകൾ യേശുവിൻ്റെ നാമത്തിൽ അത് പുറത്തു പോട്ടെ. യൂട്രസ് സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ഫാദർ. വിവിധ പ്രശ്നങ്ങളാൽ ദാമ്പത്യ ജീവിതം പരാജയപ്പെടുന്നു. ഒരു കാരണം കുഞ്ഞുങ്ങളില്ലാത്തതാകാം. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർക്കായി പ്രാർത്ഥിക്കുന്ന എത്രയും പേർക്ക് പൈതങ്ങൾ പിറക്കട്ടെ. അതോടൊപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി, ജോലിയില്ലാത്തവർക്ക് വേണ്ടി, വിവാഹം നടക്കേണ്ടവർക്ക് വേണ്ടി, സ്വന്തം ഭവനമോ വാഹനമോ ആവശ്യമുള്ളവർക്കായി, പല നിലകളിൽ ജീവിതത്തിൽ മേൽഗതിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്കായി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായ ഒരു വചനം എൻ്റെ അകത്ത് പ്രകാശിപ്പിക്കുന്നത്, ഇരുളിൽ ഇരുന്ന ജനം ഒരു വലിയ വെളിച്ചം കണ്ടു. ഈ സമയത്ത് വീട് മുഴുവൻ, ജീവിതം മുഴുവൻ ഇരുള് പോലെ, എങ്ങോട്ടാ പോകുന്നതെന്നറിയില്ല, അതുപോലെ ഇരുൾ നിറഞ്ഞിരിക്കുന്ന പല വീടുകളിലേക്കും യേശു കർത്താവിൻ്റെ അത്ഭുത പ്രകാശം, ആ സ്പിരിച്വൽ ലൈറ്റ് ഈ സമയത്ത് വന്ന് പ്രവേശിക്കുകയാണ്. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നു, പൈശാചികമായ ശക്തികൾ മാറിപ്പോകുന്നു. ദൈവിക സമാധാനം, ഐശ്വര്യം ഉണ്ടാകട്ടെ. ഉള്ളിൽ തീരുമാനിക്കുക, യേശുവിനായി ഞാൻ ജീവിക്കും. ഹൃദയത്തിൽ തീരുമാനിക്കുക, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക. യേശുവിൽ വിശ്വസിച്ച് മുന്നിലേക്ക് പോകുക. കർത്താവ് ജനത്തെ അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു. ജീസസ് നെയിം, ആമേൻ. നാളെയും മറ്റന്നാളും ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുകയാണ്.
തീർച്ചയായും വരണം. ദൂരെയാണേലും വരണം. ഞാൻ സാധാരണ പറയാറുള്ളത്, വൺ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ക്യാൻ ചേഞ്ച് യുവർ ഹോൾ ലൈഫ്. ഞാനത് കണ്ടിട്ടുണ്ട്. ഒറ്റ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ജീവിതത്തെ മുഴുവൻ ഗതി തിരിച്ചു വിടുന്ന ഒരു ഉയർച്ചയിലേക്ക്, ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നതായി മാറും. കാരണം ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ പ്രവർത്തിക്കുന്നത് ഞാനല്ല, സകലരെയും രക്ഷിക്കുവാൻ ഈ ഭൂമിയിലേക്ക് വന്ന് സ്വന്തം ജീവൻ നൽകിയ യേശുവാണ് ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരുന്ന ആയിരക്കണക്കിന് ജനങ്ങളെ, ഇതിനോടകം ലക്ഷക്കണക്കിന് പേരാണ് ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വന്ന് പങ്കെടുത്തത്. അവരിൽ ഒത്തിരി പേരെ വിശ്വസിച്ച് ജീവിതം സമർപ്പിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്, ഉയർത്തിയിട്ടുണ്ട്. യു ആർ ഓൾസോ ഇൻവൈറ്റഡ്, പ്ലീസ് ഡു കം. മാത്രമല്ല, വരുമ്പോൾ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പുസ്തകങ്ങൾ, CD-കളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെടുക, വെബ്സൈറ്റ് സന്ദർശിക്കുക. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. The salvation that you have received today is so great a salvation. ബ്രദർ ഡാമിയൻ ദുബായ് ബ്ലെസ്സിംഗ് സെന്ററിൽ ശുശ്രൂഷിക്കുന്നു. ഫെബ്രുവരി 20 വൈകിട്ട് 5 മുതൽ 7 മണി വരെ. ഏവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു ബൈബിൾ ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് പറഞ്ഞതാര്? Who said what God had joined together let no man separate it? Option A Paulus, B Patros, C യേശു, D യോഹന്നാൻ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.